തോർത്തങ്ങ് കളാം. അത് കൊറേ നാളായതില്ല, ഇത് പഴയതാ. എന്നാ ഇത് ഉപയോഗിക്കേ. ആഹാ, ഇതെന്റെ മോൾ എനിക്ക് മേടിച്ചു തന്ന തോർത്ത. എന്റെ കുഞ്ഞുമോൾ എനിക്ക് മേടിച്ചു തന്ന തോർത്ത കേട്ടോ. അന്നിക്ക് ആള് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. വിക്സ് വേണോ? എന്റെ ഉണ്ട് വിക്സ്. നിന്റെ ഒന്നും എനിക്ക് വേണ്ട. ഒരു സാധനം വെച്ച വെച്ചെടുത്ത് തോർത്ത്. എന്റെ തോർത്ത് എന്ത് ചെയ്യേ? തോർത്തും കണ്ടില്ല, വിക്സും കണ്ടില്ല. ഈ മുടിഞ്ഞവളി എവിടെ കൊണ്ട് വെച്ച് ഇവള് കട്ടോണ്ട് പോയത്. എന്റെ എല്ലാ സാധനങ്ങളും ഇവള് തന്നെ കട്ടോണ്ട് പോകുന്നത്. ഈ അമ്മയുടെ വിക്സും തോർത്തും ഒക്കെ എനിക്ക് എന്തോത്തിനാണ്. എന്റെ മോൾ എനിക്ക് കൊണ്ടു തന്ന തോർത്തിനെ കുറിച്ച് അവള് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അതിന്റെ ആ ഭംഗിയും വൃത്തിയും കണ്ട് അവൾ അത് കട്ടോണ്ട് പോകുന്നു. കള്ളി ഇവൾ എന്റെ കുടുംബം മുടിപ്പിക്കാൻ വന്നവൾ. അവൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ. എടി, എന്തിനാടി നിനക്ക് എന്റെ തോർത്ത്? എന്തിനാടി നിനക്ക് എന്റെ വിക്സ്? ഇങ്ങനെ കള്ളിയാവരുത്. എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ആരും കള്ളികളില്ല കേട്ടോ. നീയാ വന്ന് കാലെടുത്ത് കൊത്തി ആദ്യത്തെ കള്ളി. എന്റെ ദൈവമേ, ആ അവിഞ്ഞ തോർത്തും വിക്സും കണ്ടില്ലെങ്കിൽ ഇന്നിവിടെ പൂരപ്പാട്ടായിരിക്കും. എവിടെ കൊണ്ട് വെച്ചേക്കുക? എന്റെ എല്ലാ സാധനവും നീ തന്നെ നശിപ്പിക്കുന്നു. നീ എടുത്തുകൊണ്ട് പോയത് തന്നെ. എന്റെ തോർത്തിന്റെ അവൃത്തി കണ്ട് നീ എടുത്തോണ്ട് പോയതാ. എനിക്ക് എല്ലാം മനസ്സിലായി. ഇനി എന്റെ എന്തെല്ലാം സാധനങ്ങളാ കാണാതെ പോയത്. അലമാരി മുഴുവൻ എന്താ അപ്പട്ടെ. ആർക്ക് വേണം അത്? സമാധാനം. ഇനി ഉറക്കത്തില്ല. തെറിവിളിയായിരിക്കും, പ്രാക്കും രാത്രി മുഴുവൻ. ഓ, അത്ര നല്ല നല്ല ആലോചനകൾ വന്നതാ അവന്. ഇവളെ മാത്രമേ അവൻ ഇഷ്ടപ്പെട്ടുള്ളൂ. കുടുംബത്തിൽ ഇതുപോലൊരു കള്ളി വേറെ ഇല്ലേ ദൈവമേ. എന്റെ മോൾ ഇങ്ങോട്ടൊന്ന് വരട്ടെ. നിനക്ക് വെച്ചിട്ടുണ്ട് അവള്. ഞാനും കൂടെ നിന്നെ ഒരു വരി വാക്കുന്നുണ്ട്. അവളിങ്ങോട്ടൊന്ന് വരട്ടെ. എന്റെ മോളെ ഇന്ന് വൈകിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. ഞാൻ എന്റെ മോളുണ്ടായിരുന്നേ, എന്റെ തോർത്തു, എന്റെ വിക്സും കട്ട കള്ളി വളെ. ഭഗവാനേ, നീ എന്ത് പറയുന്ന ഒരു സത്യം ഉണ്ടെങ്കിൽ മുടിഞ്ഞു പോട്ടെ, മുടിഞ്ഞു പോട്ടെ. മോളെ, അച്ഛന്റെ പൊന്നു മോളെ. മോനെ, നിനക്ക് വന്നിട്ട് അമ്മച്ചി ഒന്നും കാണണമെന്നൊന്നും ഇല്ലയോ? പെണ്ണുപിള്ളേ മക്കള് മാത്രം മതിയോടാ നിനക്ക്? ഇവര് മാത്രം മതിയോ നിനക്ക്? അമ്മ ഒന്ന് കാണണമെന്ന് പോലും ഇല്ലവന്. മോന് കാപ്പി എടുത്ത് കുടിക്കും. മോനെ കാപ്പി. മോനെ, അമ്മച്ചിക്ക് വയ്യ മോനെ. രാവിലെ തൊട്ടുള്ള പണിയെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് ജോലിയെല്ലാം ചെയ്ത് കാലിനൊക്കെ വേദനയാ മോനെ. ആരുമില്ലായിരുന്നു അമ്മയെ സഹായിക്കും. അമ്മയുടെ തോർത്തും അമ്മയുടെ വിക്സും എല്ലാം അതിന്റെ ഭാര്യ കട്ടോണ്ട് പോയി. ഞാൻ അവള് രാവിലെ എന്നോട് ചോദിച്ചതാ, ഇതേ വേറെ തോർത്ത് തരട്ടെ അമ്മ. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്റെ തോർത്തിൽ അവള് കണ്ണു വെച്ചിട്ടുണ്ടെന്ന്. കുഞ്ഞ് വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. കട്ടുകൊണ്ട് പോയി മോനെ. തോർത്തും പോയി, വിക്സും പോയി, എന്റെ എല്ലാം പോയി. അമ്മേ, അവക്ക് എന്തിനാ അമ്മേ അമ്മയുടെ വിക്സും തോർത്തും? അമ്മയ്ക്ക് അമ്മയുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചൂടെ? അവക്ക് ആവശ്യമുണ്ട്, അവക്ക് വേണം അത്. അവൾ അതുകൊണ്ടല്ലേ വേണം എന്നോട് ചോദിച്ചാടാ. പെങ്കോന്നാണ് മരങ്കോണ. നീ ഇപ്പോഴും അവളുടെ വാലും താങ്ങി നടക്കുവാന്നോടാ. ഒരു കാര്യം നീ പറഞ്ഞ കേക്കത്തില്ല. ഞാൻ പറയുന്നത് നിനക്ക് കാര്യമല്ലല്ലോ. നിനക്ക് അവള് പറയുന്നതല്ലേ നിനക്ക് എല്ലാ കാര്യവും. എന്റെ ദൈവമേ, ഞാൻ എന്തോ പറഞ്ഞാലും ഇവൻ വിശ്വസിക്കുന്നില്ലല്ലോ. എന്റെ തോർത്തും എന്റെ വിക്സും കട്ടോണ്ട് പോയത് നിന്റെ ഭാര്യ തന്നെ. നീ അത് നീ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എടാ, നിനക്ക് എന്തോ അറിയാം അവളെ കുറിച്ച്. നീ ഇവിടുന്ന് രാവിലെ ജോലിക്ക് പോന്നു. അത് കഴിഞ്ഞ് അവൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഉപദ്രവിക്കുവാടാ, എന്നോട് പോരാടാ അവള്. നിനക്കറിയാം, നിന്റെ പെറ്റതള്ളല്ലേ അവളാ. ഞാൻ പെറ്റതള്ള പറയുന്ന കേൾക്കാതെ കൂടപ്പറപ്പ് പറയുന്ന കേൾക്കാതെ നീ എങ്ങോട്ട് പോവാടാ? ജോലി ചെയ്ത് ഞാനൊരു പരിവമായി. നാളെ എന്റെ മോള് വരും.
എന്റെ മോള് വന്നിട്ട് ബാക്കി കാണാം നമുക്ക് കേട്ടോ. നാളെ നമുക്ക് കാണാടാ. നീ ഇപ്പൊ അവളുടെ പുറകെ പോടാ. നീ പോ. ഞാൻ എന്നാ അവളോടൊന്ന് ചോദിക്കട്ടെ, എന്തൊരു ശല്യമായത്.